+1 സാമ്പത്തിക ശാസ്ത്രം ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ കളക്ഷൻ ഓഫ് ഡേറ്റ. കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ വിശദമായി നോക്കി. അതിന് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ എന്താണെന്നും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫങ്ഷൻസ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിലുള്ള ഉപയോഗം എന്തൊക്കെയാണെന്നും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലിമിറ്റേഷൻസ്, ഈ കാര്യങ്ങളെല്ലാം വിശദമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ കളക്ഷൻ ഓഫ് ഡേറ്റ എന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് കടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ് ആർ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ട്സ്, ബട്ട് ഓൾ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ട്സ് ആർ നോട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടുകളാണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്താണെന്നും ക്വാളിറ്റേറ്റീവ് എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടുകളാണ് സ്റ്റാറ്റിസ്റ്റിക്സ്, പക്ഷേ എല്ലാ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടുകളും സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. എക്സാമ്പിൾ, സിംഗിൾ മോട്ടോർ ആക്സിഡന്റ് ഇൻ എ സിറ്റി ഈസ് നോട്ട് എ സ്റ്റാറ്റിസ്റ്റിക്സ്, ബട്ട് എ നമ്പർ ഓഫ് ആക്സിഡന്റ്സ്, ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ആക്സിഡന്റ്സ് ഇൻ എ സിറ്റി occur during a period is a statistics. ഒരു സിംഗിൾ മോട്ടോർ ആക്സിഡന്റ് എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. പക്ഷെ ആ സിറ്റി അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിലുണ്ടായ ആക്സിഡന്റുകൾ എല്ലാം കൂടി എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡാറ്റയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ സ്റ്റാറ്റിസ്റ്റിക്സ് ഷുഡ് ബി ആഗ്രിഗേറ്റ് ഓഫ് ഫാക്ട്സ്. ഒരു കൂട്ടം ഫാക്ടുകളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രധാനമായും രണ്ട് ഉറവിടങ്ങളാണുള്ളത്. ഒന്ന് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റ, രണ്ടാമത്തത് ഇന്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റ. ബാഹ്യ ഉറവിടവും ആന്തരിക ഉറവിടവും, ഈ രണ്ട് സോഴ്സസിൽ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റകൾ ഉണ്ടാകുന്നത്. ഒന്ന് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റ, രണ്ട് ഇന്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റ. ഈ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് പ്രൈമറി സോഴ്സസ് ഓഫ് ഡാറ്റ, പ്രാഥമിക ദത്തങ്ങളെന്നും, രണ്ട് സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡാറ്റ, ദ്വിതീയ ദത്തങ്ങളെന്നും അറിയപ്പെടുന്നു. അപ്പോൾ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റ നോക്കുക, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി സോഴ്സസ് ഓഫ് ഡാറ്റ, സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡാറ്റ. നമ്മൾ ഈ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റയാണ് വിശദമായി ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തതാണ് ഇന്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റ. ഇന്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ which means a firm or an industry generate a large volume of data to connected with their own activity. അവരുടെ സ്വന്തം ആക്ടിവിറ്റിക്ക് വേണ്ടി കണക്ട് ചെയ്തുകൊണ്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് ഇന്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റ. അവരുടെ സ്വന്തം ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രം. ഉദാഹരണമായി റെയിൽവേയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, റെയിൽവേ ചിലപ്പോൾ ഇന്ന് എത്ര പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് എത്ര പേർ ഇന്ന ഏരിയ മുതൽ ഇന്ന സ്ഥലം വരെ ട്രാവൽ ചെയ്തു, അല്ലെങ്കിൽ എത്ര സ്റ്റാഫുകൾ ഇന്ന് ജോലിയിലുണ്ടായിരുന്നു, ഇത് അവർ ഡേ ടു ഡേ കളക്ട് ചെയ്യുന്നുണ്ട് ഡാറ്റ. അത് കളക്ട് ചെയ്യുന്നത് അവരുടെ ഇന്റേണൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് റെയിൽവേയിൽ എത്ര പേർ യാത്ര ചെയ്തു എന്ന് പറയുന്നത് ഒരിക്കലും പത്രമാധ്യമങ്ങളിലോ ഒന്നും വരുന്നതല്ല. അവരുടെ പർപ്പസിന് വേണ്ടി അവർ തയ്യാറാക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇന്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ സോഴ്സസും ഇന്റേണൽ സോഴ്സസും, ഇങ്ങനെ പുറമേ വലിയ ആപ്ലിക്കേഷൻ ഇല്ലാത്ത ഡാറ്റയാണ് ഇന്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റ. അതുകൊണ്ട് ഇന്റേണൽ സോഴ്സസ് ഓഫ് ഡാറ്റ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യണം. ഇന്റേണൽ ഡാറ്റ എന്താണെന്ന് നമ്മൾ വിശദമായി മനസ്സിലായി. ദാറ്റ് ഈസ് ജനറേറ്റ് എ ലാർജ് വോളിയം ഓഫ് ഡാറ്റ. എന്തിനു വേണ്ടിയാണ് ഈ ലാർജ് വോളിയം ഓഫ് ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നത്? ഫോർ ദെയർ ഓൺ ആക്ടിവിറ്റി. അവരുടെ സ്വന്തം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഡേറ്റ കളക്ട്
അപ്പോൾ ഇത് ഇവിടെ വെച്ച് നിർത്തുന്നു. നമ്മൾ അടുത്ത മുന്നോട്ട് പോകുന്നത് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഡേറ്റയെ കൊണ്ടാണ്. അതിൽ രണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പ്രൈമറി സോഴ്സസ് ഓഫ് ഡേറ്റ, രണ്ട് സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡേറ്റ. അതിൽ ഫസ്റ്റ് വൺ വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രൈമറി സോഴ്സസ് ഓഫ് ഡേറ്റ. എന്താണ് പ്രൈമറി സോഴ്സസ് ഓഫ് ഡേറ്റ? വിച്ച് മീൻസ് ദ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് റോ ഡേറ്റ. ഇറ്റ് ഈസ് ഒറിജിനൽ ഇൻ ക്യാരക്ടർ. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. എന്ന് പറഞ്ഞാൽ പ്രൈമറി സോഴ്സസ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് ആദ്യമായി കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ്. അത് ഒരു അസംസ്കൃത രൂപത്തിലാണ്, ഒറിജിനലാണ്. വേറെ ആരെയും കളക്ട് ചെയ്യുന്നതല്ല, ഒറിജിനലാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ പോലീസ് എത്തുകയും ആ പോലീസ് അവിടെ വന്ന് അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അതാണ് FIR, ഫസ്റ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, FIR. ഇതാണ് നമ്മളുടെ പ്രൈമറി ഡേറ്റ എന്നുകൊണ്ടുള്ള എക്സാമ്പിൾ. അപ്പോൾ അവിടെ വന്ന് പോലീസ് അതിന്റെ റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കുകയാണ്. അത് ഒറിജിനലാണ്, സ്പോട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, ഒരു അസംസ്കൃത രൂപമാണ്. ഇത് പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എഴുതി കോടതിയിൽ സമർപ്പിക്കുന്നു. അപ്പോൾ അത് സെക്കൻഡറി ആയി മാറും. അത് അവിടെ എത്തുമ്പോൾ പറയാം. അപ്പോൾ പ്രൈമറി സോഴ്സസ് ഓഫ് ഡേറ്റ ഇതാണ്. ഇറ്റ് ഈസ് ഒറിജിനൽ ഇൻ ക്യാരക്ടർ, ഇറ്റ് ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് റോ ഡേറ്റ. അപ്പോൾ ഇങ്ങനെയുള്ള ഫസ്റ്റ് ആയിട്ട് കളക്ട് ചെയ്ത ഡേറ്റ, ഇതൊക്കെയാണ് പ്രൈമറി ഡേറ്റയുടെ പ്രത്യേകതകൾ. ഇനി പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്. ഒന്ന്, ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, നേരിട്ട് അന്വേഷണം നടത്തുന്നു. രണ്ട്, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, നേരിട്ട് അല്ലാതെ അന്വേഷണങ്ങൾ നടത്തുന്നു. മൂന്ന്, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, ക്വസ്റ്റ്യനെയർ അയച്ചു കൊടുത്തുകൊണ്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നു. നാല്, ഷെഡ്യൂൾ ആൻഡ് ക്വസ്റ്റ്യനെയർ വഴി ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഷെഡ്യൂൾ ക്വസ്റ്റ്യനെയർ എന്താണെന്ന് നമ്മൾ വിശദമായി നോക്കും. ഷെഡ്യൂൾ ക്വസ്റ്റ്യനെയർ വഴി ഡേറ്റ കളക്ട് ചെയ്യുന്നു. അഞ്ച്, ലോക്കൽ കറസ്പോണ്ടൻസ്. ഇങ്ങനെ പ്രധാനമായും 5 രീതിയിൽ ആണ് നമ്മൾ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഒരുപാട് രീതികളുണ്ട്, പ്രധാനമായും 5 എണ്ണമാണ്. ഒന്നുകൂടി പറയാം: ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, ബൈ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, and fourth one schedule and questionnaire, and fifth one local correspondence. അതിൽ ഒന്നാമതാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് അന്വേഷണം നടത്തുന്നയാൾ, ഇൻവെസ്റ്റിഗേറ്റർ, ആ സ്പോട്ടിൽ വരുന്നു. അവിടെ വന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് അവിടെ നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി റിപ്പോർട്ട് തയ്യാറാക്കും. ഇതാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. പേഴ്സണലായിട്ട് തന്നെ അവിടെ വന്ന് അവിടെയുള്ള വ്യക്തികളെയൊക്കെ കണ്ട്, നിങ്ങൾ ഈ ആക്സിഡന്റ് കണ്ടോ, ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് വിവരിക്കാമോ എന്നുള്ള രീതിയിലൊക്കെ അവരിൽ നിന്നും ഡേറ്റ ഫസ്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നു. ഇതാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷന്റെ നേട്ടം, ഈ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ ആക്യുറേറ്റ് ആയിരിക്കും, കൃത്യമായിരിക്കും. കാര്യം ആ സ്പോട്ടിലുള്ള ആൾക്കാരിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് ഓർമ്മിക്കണം. ആൻഡ് സെക്കൻഡ് വൺ, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. അത് ഈ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നേരിട്ടല്ലാതെ വ്യക്തികളെ ഫോൺ വഴിയോ അല്ലാതെയോ ബന്ധപ്പെട്ടിട്ട് വിവരങ്ങൾ അന്വേഷിക്കുന്നു. ഇതാണ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ഇൻഡയറക്റ്റ് ആയിട്ട് ഓറലായിട്ട് അന്വേഷിക്കുകയാണ്, ചോദിക്കുകയാണ് കാര്യങ്ങൾ. അത് ഫോൺ വഴിയാകാം, ലെറ്റർ മുഖേന ആകുന്നതാണ് മൂന്നാമത് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ളത് ഓർമ്മിക്കുക, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. മൂന്നാമത്തതാണ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. നമ്മൾ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ട്, ക്വസ്റ്റ്യനെയർ എന്താണ് നമ്മൾ അടുത്തേക്ക് പഠിക്കും. ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ട് ഈ ക്വസ്റ്റ്യനെയർ ആരിൽ നിന്നാണോ ഡേറ്റ കളക്ട് ചെയ്യേണ്ട അവർക്ക് അയച്ചു കൊടുക്കുകയാണ്. മനസ്സിലാക്കണം, ആരിൽ നിന്നാണ് ഡേറ്റ കളക്ട് ചെയ്യേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കുന്നു. അവർ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആ ക്വസ്റ്റ്യന്റെ ആൻസറുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചയക്കുന്നു. ഇതാണ് ബൈ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സ്റ്റഡി വളരെ വലുതാണെങ്കിൽ, ഒരുപാട് ഏരിയ കവർ ചെയ്തുകൊണ്ട് സ്റ്റഡി ചെയ്യാനുണ്ടെങ്കിൽ ഈ മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ്. അഡ്രസ് എടുത്തുകൊണ്ട് ഈ പറയുന്ന
റെസ്പോണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾക്ക് ഇൻഫർമേഷൻ തരുന്നവരെ അറിയിക്കുകയും അവിടെ അയച്ചു കൊടുക്കുന്നതിന്റെ ഫലമായി അവർ അത് വിശദമായി എഴുതി തിരിച്ചയക്കും. ഇതാണ് ബൈ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ മെത്തേഡ്. നാലാമത്തതാണ് ഷെഡ്യൂൾ ആൻഡ് ക്വസ്റ്റ്യനെയർ. എന്താണ് ഷെഡ്യൂൾ, എന്താണ് ക്വസ്റ്റ്യനെയർ, അതിന്റെ വ്യത്യാസം എന്താണെന്ന് നോക്കുക. ഇവിടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്ന ആളെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഇന്റർവ്യൂവർ എന്ന് വിളിക്കും. അതേസമയത്ത് ഇൻഫർമേഷൻസ് തരുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ എവിടെ ചെന്നാണോ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ആ വീട്ടിലുള്ള ആൾക്കാർ നമുക്ക് ഇൻഫർമേഷൻസ് തരികയാണ്, അവരെ നമ്മൾ വിളിക്കുന്നു റെസ്പോണ്ടന്റ്, പ്രതികരിക്കുന്നതാണ്. അപ്പോൾ ഷെഡ്യൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഷെഡ്യൂൾ ഫില്ലപ്പ് ചെയ്യുന്നത്, അതായത് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി ക്വസ്റ്റ്യനെയർ കൊണ്ട് നമ്മളുടെ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നിട്ട് നമ്മളുടെ കാര്യങ്ങൾ ചോദിച്ച് ഈ വന്ന ആൾ തന്നെ ആ ഫോമിൽ ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും. സെൻസസ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെൻസസ് എടുക്കാൻ വേണ്ടി നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർ വന്നിട്ട് ആ ക്വസ്റ്റ്യനെയറിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ആൻസർ കൊടുക്കുന്നു. ആൻസർ കൊടുക്കുന്നതനുസരിച്ച് ആ വന്നയാൾ അതിൽ ഫില്ല് ചെയ്യുകയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ദ ഫോം ഫില്ലപ്പ് ബൈ ദി ഇന്റർവ്യൂ. ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണ് ഫോം ഫില്ല് ചെയ്യുന്നത്. അതേസമയത്ത് ക്വസ്റ്റ്യനെയറിന്റെ പ്രത്യേകത, ഷെഡ്യൂളാണ് ഞാൻ ഈ പറഞ്ഞത്, ക്വസ്റ്റ്യനെയറിന്റെ പ്രത്യേകത ഈ ഫോം ഫില്ല് ചെയ്യുന്നത് റെസ്പോണ്ടന്റ് ആണ്. അതായത് ഈ ക്വസ്റ്റ്യൻസ് ആ വീട്ടിലുള്ളവരെ കൊടുത്തിട്ട് പറയുകയാണ് ഇത് ഫില്ല് ചെയ്യുക, ഈ ഫോം ഫില്ല് ചെയ്ത് തരിക. അപ്പൊ ഒന്നാമത്തെ വ്യത്യാസം മനസ്സിലാക്കാണ്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ വന്ന ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ, ക്വസ്റ്റ്യനെയറിന്റെ പ്രത്യേകത ഇത് ഫില്ല് ചെയ്യുന്നത് റെസ്പോണ്ടന്റ് ആയിരിക്കും, പ്രതികരിക്കുന്നയാളായിരിക്കും. രണ്ടാമത്തെ പ്രത്യേകത, ഷെഡ്യൂളിലാകുമ്പോൾ ഗുഡ് റെസ്പോൺസ് ആയിരിക്കും, നല്ല പ്രതികരണമായിരിക്കും. കാരണം നമ്മളിപ്പോ 20ഓളം ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ഫോമാണ് കൊണ്ടുചെന്നെങ്കിൽ നമ്മളാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കൃത്യം മറുപടി കിട്ടും, ഗുഡ് റെസ്പോൺസ് ആയിരിക്കും. അതേസമയം ഇപ്പുറത്ത് നോക്കൂ, ക്വസ്റ്റ്യനെയറിലാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു, അവർ തന്നെ ഫില്ല് ചെയ്യുന്നു. അവർ ഫില്ല് ചെയ്യുന്ന ആയതുകൊണ്ട് ചിലപ്പോൾ നല്ല റെസ്പോൺസ് വരണമെന്നില്ല, കാരണം അവർക്ക് ചില ക്വസ്റ്റ്യൻസ് മനസ്സിലാകണമെന്നുമില്ല. അതുകൊണ്ട് പുവർ റെസ്പോൺസ് ആയിരിക്കും. ഷെഡ്യൂളിൽ ഗുഡ് റെസ്പോൺസ് വരുമ്പോൾ ക്വസ്റ്റ്യനെയറിൽ പുവർ റെസ്പോൺസ് ആയിരിക്കും. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ഷെഡ്യൂളിൽ ഈ റെസ്പോണ്ടന്റ് മറുപടി തരുന്നയാൾ ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ, വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും പ്രോബ്ലം ഇല്ല, കാരണം ഇത് ഫില്ല് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്റർ ആണ്. അതേസമയത്ത് ഇപ്രസൈഡ് ക്വസ്റ്റ്യനെയറിൽ നോക്കൂ, ഈ റെസ്പോണ്ടന്റ് ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ പിന്നെ ക്വസ്റ്റ്യനെയർ കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാകില്ല. വ്യത്യാസം ശ്രദ്ധിച്ചോളാം. മറ്റൊന്ന്, ഷെഡ്യൂളിൽ കിട്ടുന്ന ഇൻഫർമേഷൻ മേ ബി കംപ്ലീറ്റ് ആയിരിക്കും. നമ്മൾ 20 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ബുക്ക്ലെറ്റുമായിട്ടാണ് ചെന്നതെങ്കിൽ ആ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്ന 20ന്റെ ആൻസർ കിട്ടുന്നു. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് കിട്ടുന്നു. പക്ഷേ ക്വസ്റ്റ്യനെയറിൽ ഒരു പ്രത്യേകത, ഇൻഫർമേഷൻ മേ നോട്ട് ബി കംപ്ലീറ്റ് ആകണമെന്നില്ല. 20 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് ആ ബുക്ക്ലെറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് അറിയാത്ത അവര് ഫില്ല് ചെയ്യുക, അപ്പോൾ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആകണമെന്നില്ല. ഇനി മറ്റൊരു പ്രത്യേകത, ഷെഡ്യൂളിന്റെ ഒരു പ്രത്യേകത, ഷെഡ്യൂളിന് ഒരുപാട് സമയം വേണം, അല്ലെങ്കിൽ ഒരുപാട് കോസ്റ്റ്ലി ആണ്, പൈസ ചെലവുള്ളതുമാണ്. എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലും ചെന്ന് അവിടെ ഇരുന്ന് കൊണ്ട് ഡാറ്റ കളക്ട് ചെയ്ത് വേണം അടുത്ത വീട്ടിൽ പോകേണ്ടത്. അപ്പോൾ ഒരുപാട് ടൈം വേണം, ടൈം കൺസ്യൂമിംഗ് ആണ്, അതുപോലെ തന്നെ മോർ കോസ്റ്റ്ലി ആണ്, ചെലവ് കൂടുതലാണ്. എന്നാൽ ഇപ്രസൈഡ് നോക്കും, നമുക്ക് ക്വസ്റ്റ്യനെയർ വേണമെങ്കിൽ ഒരു 100 വീട്ടിൽ ഒന്ന് ഡാറ്റ കളക്ട് ചെയ്യണമെന്നെങ്കിൽ 100 വീട്ടിലും ക്വസ്റ്റ്യൻസ് കൊടുത്ത് അങ്ങ് പോവുക, എന്നിട്ട് അടുത്ത ദിവസം ഒന്ന് വാങ്ങുമെന്ന് പറയുക. കുറച്ച് ടൈം മതി, ചെലവ് കുറവാണ്. അപ്പോൾ ഷെഡ്യൂളും ക്വസ്റ്റ്യനെയറും വ്യത്യാസം കൃത്യമായി പഠിച്ചു കൊടുക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരു കൂട്ടം ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ എന്ന് വിളിക്കുന്നത്. ഈ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോൾ ചില ഡിഫിക്കൽറ്റീസ് ഉണ്ടാകാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫിക്കൽറ്റിയാണ് സെലക്ഷൻ ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഒന്ന്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം, അത് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ്. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ എടുക്കണം,
ഏത് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒന്ന് മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു, അതില് നിങ്ങൾ ഇതില് എന്ത് ചെയ്യുന്നു, അതില് അവർ പറയുന്നു ഞങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നില്ല. ചില അവസരങ്ങൾ ചെയ്യാറുണ്ട്, ചില അവസരങ്ങൾ ചെയ്യാറില്ല. ഇങ്ങനെയുള്ള 3-4 ആൻസറുകൾ അടങ്ങുന്നതാണ് മൾട്ടിപ്പിൾ ചോയ്സ്. നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്, ഓരോ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ 4 ചോയ്സ് തരും, അത് ഒരെണ്ണം സെലക്ട് ചെയ്യണം, മൾട്ടിപ്പിൾ ചോയ്സ്. അപ്പൊ ഈ ടൈപ്പ് എടുക്കണോ, അത് ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ എടുക്കണം. ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന് ആൻസർ എന്ത് വേണോ പറയാം. ഓപ്പൺ ടു ദി റെസ്പോണ്ടന്റ് തുറന്നു കൊടുത്തിരിക്കുന്ന ഇഷ്ടമുള്ളത് പറയാം. അപ്പോൾ സെലക്ഷൻ ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഞാൻ എടുത്തിരിക്കുന്ന സ്റ്റഡിയിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം, അത് ഒരു ഡിഫിക്കൽറ്റിയാണ്, നേരിടുന്ന ഒരു പ്രശ്നമാണ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ഒരു പ്രോബ്ലമാണ് ഓർഡർ ഓഫ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യന്റെ ഓർഡർ എങ്ങനെ സെറ്റ് ചെയ്യണം. ക്വസ്റ്റ്യന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ സാധാരണയായി നമ്മൾ ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആയിരിക്കണം. സിമ്പിളായി പിന്നെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്നു. ആദ്യമേ കയറി നമ്മൾ അവർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തു തന്നാൽ പിന്നെ റെസ്പോണ്ടന്റ് പ്രതികരിക്കുന്നത് നല്ല രീതിയിലായിരിക്കില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഓർഡർ ഓഫ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന്റെ ഓർഡർ എങ്ങനെയായിരിക്കണം. മൂന്നാമതാണ് ക്വസ്റ്റ്യൻ വേർഡിംഗ്. ക്വസ്റ്റ്യന്റെ വേർഡിംഗ്, നമ്മൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ അതിന്റെ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയാണോ എഴുതിയത് അത് ഒരിക്കലും അവരുടെ പേഴ്സണലായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ കഴിയുന്നതും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് പർപ്പസിനാണോ ഏത് സ്റ്റഡിക്കാണോ പോകുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഷുഡ് ബി അവോയ്ഡഡ്. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യണം, അവോയ്ഡ് ചെയ്തേ പറ്റും. അപ്പൊ ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ നേരിടുന്ന കുറെ ഡിഫിക്കൽട്ടീസ് ആണ്. ഇത് ഞാൻ ഇതിനിടയിൽ പറഞ്ഞത് ചിലപ്പോൾ 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാം, അത് ശ്രദ്ധിച്ചോണം. ചോദിക്കുന്നതായിരിക്കും ദ പ്രോബ്ലം ഇൻ കൺസ്ട്രക്ടിങ് എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്തൊക്കെയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. ഒന്ന്, സെലക്ഷൻ ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം, ഓപ്പൺ എൻഡ് വേണോ, അതേ മൾട്ടിപ്പിൾ ചോയ്സ് വേണോ. സെക്കൻഡ് വൺ, ഓർഡർ ഓഫ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യന്റെ ഓർഡർ ലോജിക്കായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. തേർഡ് വൺ, ക്വസ്റ്റ്യൻ വേർഡിംഗ്. ക്വസ്റ്റ്യൻ വേർഡിംഗ് ഒരിക്കലും റെസ്പോണ്ടന്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാകാൻ പാടില്ല. അവരുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവോയ്ഡ് ചെയ്യണം. നമ്മൾ ഏത് സ്റ്റഡിക്കാണോ പോയത് ആ സ്റ്റഡിക്കുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സെറ്റ് ചെയ്യണം. അഞ്ചാമത്തതാണ് ലോക്കൽ കറസ്പോണ്ടൻസ്. ലോക്കൽ കറസ്പോണ്ടൻസ് എന്ന് പറയുമ്പോൾ പ്രാദേശികപരമായിട്ട് ഇതിലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നു. നിങ്ങൾ പത്രങ്ങളിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പ്രാദേശിക രേഖകൾ. ഏതെങ്കിലും ഒരു ഏരിയയിൽ നടക്കുന്ന പ്രോബ്ലം അല്ലെങ്കിൽ ഇഷ്യൂസ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇതാണ് ലോക്കൽ കറസ്പോണ്ടൻസ്. ഇങ്ങനെ പ്രൈമറി ഡാറ്റ നമ്മൾക്ക് കളക്ട് ചെയ്യുന്നതിന് പ്രധാനമായും 5 മെത്തേഡുകളാണ്. അതിലൊന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, രണ്ടാമത് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, 3 ബൈ മെയിലിംഗ് ക്വസ്റ്റ്യർ, 4 ഷെഡ്യൂൾ ആൻഡ് ക്വസ്റ്റ്യർ, അത് വിശദമായി പറഞ്ഞു. 5-മത്തത് ലോക്കൽ കറസ്പോണ്ടൻസ്. ഇത്രയും വന്നു കഴിയുമ്പോൾ പ്രൈമറി ഡാറ്റ കഴിയുന്നു. അടുത്ത് നമ്മൾ പോകുന്നത് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ വിച്ച് മീൻസ് ദാറ്റ് the investigator does not collect the data originally but it uses the data collected by others. ഇവിടത്തെ ഒരു പ്രത്യേകത, സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ഈ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നേരിട്ട് കളക്ട് ചെയ്യുന്നതല്ല, മറിച്ച് വേറെ ആരോ കളക്ട് ചെയ്ത ഡാറ്റ ഇങ്ങനെ എടുക്കുന്നു. ഇതാണ് സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡാറ്റ. അപ്പോൾ ഓർമ്മിക്കുക, സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ഇത് ഇൻവെസ്റ്റിഗേറ്റർ ഡസ് നോട്ട് കളക്ട് ദ ഡാറ്റ ഒറിജിനലി. യഥാർത്ഥത്തിൽ സ്പോട്ടിൽ ചെന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നതല്ല, മറിച്ച് ഡാറ്റ എടുക്കുന്നു, വേറെ ആരോ കളക്ട് ചെയ്ത ഡാറ്റ ഇയാൾ ചെന്നെടുക്കുന്നു. ഇതാണ് സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡാറ്റ. സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡാറ്റ തന്നെ പ്രധാനമായി 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പബ്ലിഷ്ഡ് സോഴ്സ്, രണ്ടാമത്തത് അൺപബ്ലിഷ്ഡ് സോഴ്സസ്. പ്രസിദ്ധീകരിച്ച രീതിയിലും പ്രസിദ്ധീകരിക്കാത്ത രീതിയിലും 2 തരത്തില് സെക്കൻഡറി ഡാറ്റ ഉണ്ട്. അപ്പോൾ പബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത് ഇപ്പൊ ഗവൺമെന്റ് പബ്ലിക്കേഷനിൽ വരികയോ ന്യൂസ് പേപ്പറിൽ വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മീഷന്റെയോ ഏതെങ്കിലും കമ്മിറ്റിയുടെ റിപ്പോർട്ടുകളോ, അപ്പൊ ഇതിങ്ങനെയൊക്കെ വരുന്നതാണ് പബ്ലിഷ്ഡ് സോഴ്സസ്. അതേസമയത്ത് അൺപബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് പോസ്റ്റ് ഓഫീസിലുള്ള
പോസ്റ്റ് ഓഫീസിലുള്ള വിവരങ്ങളൊന്നും പത്രങ്ങൾ വഴി പബ്ലിഷ് ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ മാസം തോറും പൈസ ഇടുന്നുണ്ടെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയും. സെക്കൻഡ് ഇയർ നമ്മൾ വിശദമായി പഠിക്കും. ആ ഇടുന്ന പൈസ ആരാണ്, എന്താണ്, അവരുടെ സിഗ്നേച്ചർ എന്താണ്, ഇതൊക്കെ അറിയുന്നത് അതിനകത്തുള്ള പോസ്റ്റ് മാസ്റ്റർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. വേറെ ആർക്കും അറിയാൻ സാധിക്കില്ല. അത് പബ്ലിഷ് ചെയ്ത ഡേറ്റയും അല്ല. അപ്പോൾ ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ മറ്റു തരത്തിൽ പറഞ്ഞാൽ തീസിസ് ഒക്കെ തയ്യാറാക്കുന്നവർ, അതായത് സിദ്ധാന്തങ്ങൾ തയ്യാറാക്കുന്ന PhD ഒക്കെ ചെയ്യുന്ന ആൾക്കാര്, അവർ ഡേറ്റ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഫൈൻഡിങ്സുകൾ ഇതൊന്നും പത്രങ്ങൾ വഴി പ്രസിദ്ധീകരിച്ച് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നതല്ല. അല്ലെങ്കിൽ അവർ കളക്ട് ചെയ്യുന്ന ഡേറ്റകൾ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നതാണ് അൺപബ്ലിഷ്ഡ് സോഴ്സസ്. അപ്പൊ സെക്കൻഡറി ഡേറ്റയെ കുറിച്ച് ചോദിച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ കൺക്ലൂഡ് എന്ന് പറയാം, പ്രൈമറി സോഴ്സസ് ഓഫ് ഡേറ്റയും സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡേറ്റയും തമ്മിലുള്ള വ്യത്യാസങ്ങളിലൊക്കെയാണ്. പ്രൈമറി സോഴ്സസ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ക്യാരക്ടർ ആയിരിക്കും. അതേസമയത്ത് സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ കളക്ടഡ് ഫ്രം അതേഴ്സ്, ദോസ് ഹു കളക്ട് ദ ഡേറ്റ ഫോർ സം അതർ പർപ്പസ്. ആരോ ഏതോ പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ ചെന്ന് എടുക്കുന്നതാണ് സെക്കൻഡറി, ഒറിജിനൽ അല്ല. ഇനി മറ്റൊരു പ്രത്യേകത, പ്രൈമറി സോഴ്സസ് ഓഫ് ഡേറ്റ ഒരുപാട് ടൈം വേണം, ഒരുപാട് പൈസയും ചിലവാണ് പ്രൈമറി സോഴ്സസ് ഓഫ് ഡേറ്റ ചെയ്യാൻ. അതേസമയത്ത് സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡേറ്റ ചെയ്യാൻ ഒരുപാട് സമയവും വേണ്ട, പൈസ ചെലവും വലുതായിട്ടില്ല, കുറവാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് ടീച്ചേഴ്സ് തരുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക്, ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് തുറന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ നിങ്ങൾ പകർത്തി എഴുതുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതുന്നു. ആ ടെക്സ്റ്റ് ബുക്ക് ഇറക്കിയത് നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയല്ല, പകരം വേറെ പർപ്പസിനായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് അതിലുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് നമ്മുടെ രീതിയിൽ പകർത്തി എഴുതുന്നു. കണ്ടോ, വേറെ ആരും ഏതോ പർപ്പസിന് എഴുതിയിരുന്ന ഡേറ്റ നമ്മളെടുത്ത് പകർത്തുന്നത്, ഇതാണ് സെക്കൻഡറി ഡേറ്റ. അപ്പൊ അതിന് വലിയ സമയവും വേണ്ട, വലിയ പൈസ ചെലവുമില്ല. അതുപോലെ മറ്റൊരു പ്രത്യേകത, പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് റോ ഡേറ്റയാണ്, അസംസ്കൃത വസ്തുവാണ്. ബട്ട് സെക്കൻഡറി ഡേറ്റ ഈസ് ഇൻ ദി ഫോം ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എന്നുള്ള രീതിയാണ്. മറ്റൊരു പ്രത്യേകത, പ്രൈമറി ഡേറ്റ എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ടു ദി സ്റ്റഡി ഓർ ദ പർപ്പസ്. നമ്മൾ എന്ത് പർപ്പസിനാണ് പോകുന്നത് അതിന് അനുയോജ്യമായത് കളക്ട് ചെയ്യും പ്രൈമറി ഡേറ്റ. എന്നാൽ സെക്കൻഡറി ഡേറ്റ അങ്ങനെയല്ല, നമ്മുടെ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ളതല്ല, നമ്മൾ അത് എടുത്ത് നമ്മുടെ അനുയോജ്യമാക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ പ്രൈമറി ഡേറ്റ എന്താണ്, സെക്കൻഡറി ഡേറ്റ എന്താണ് വിശദമായി നമ്മൾ നോക്കി. അത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചുകൊള്ളുക, എക്സാമിനേഷൻ നിർബന്ധമായും ചോദിക്കുന്നതാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഗുഡ് ക്വസ്റ്റ്യനറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് പല രീതിയിൽ അതിന് പറയാം. ഒന്ന്, ക്വസ്റ്റ്യൻ നമ്പർ മിനിമം ആയിരിക്കണം. നമ്മളൊരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ നല്ല ഗുഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ അല്ല, ക്വസ്റ്റ്യൻ നമ്പർ ഒരുപാട് കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല, ഒരു ഓപ്റ്റിമൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ചെന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻസോ 50 ക്വസ്റ്റ്യൻസോ കൊണ്ടുപോകാൻ പാടില്ല. ഒരു മോർ ഓർ ലെസ് അതിനകത്ത് നിൽക്കുന്ന ഒരു തരത്തിലായിരിക്കും, മിനിമം നമ്പർ ആയിരിക്കണം. രണ്ടാമത്തത്, ക്വസ്റ്റ്യൻസ് കഴിയുന്നതും ഷോർട്ട് ആയിരിക്കുക. എന്ന് പറഞ്ഞാൽ ലെങ്തി ആയിട്ടുള്ള സെന്റൻസുകൾ വരാൻ പാടില്ല. ഒരു ക്വസ്റ്റ്യൻ ഒരെണ്ണം വായിച്ചു കഴിഞ്ഞാൽ അത് വായിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ചോദിക്കുന്ന ആള് ഇങ്ങനെ ചോദിക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കണം. അപ്പൊ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കണം, ടു ലോങ് ആകരുത്, അതുപോലെ ടു ഷോർട്ടും ആയി പോകാതെ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രത്യേകത, ഗുഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ സിമ്പിൾ ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. അതായത് ഇത് സിമ്പിൾ ആയിരിക്കണം, ചോദിക്കുന്ന ആൾക്ക് അത് മനസ്സിലാകണം, അതുപോലെ തന്നെ കേൾക്കുന്ന ആൾക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇത് രണ്ടും നടക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആൻസറുകൾ തെറ്റിപ്പോകും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിരിക്കണം, അതില് സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല ക്വസ്റ്റ്യൻസ്. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഷുഡ് ബി അവോയ്ഡഡ്. ഓരോരുത്തരായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ കാര്യങ്ങൾ, സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻസ് പറ്റുമെങ്കിൽ യെസ് ഓർ നോ എന്നുള്ളതും കൂടി ആഡ് ചെയ്യണം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതെ, അല്ല എന്നുള്ള റീസൺ പറയത്തക്ക ഒരെണ്ണം ആയിരിക്കണം. അതുപോലെ തന്നെ
എല്ലാ ക്വസ്റ്റ്യനിലും ഇൻസ്ട്രക്ഷൻസ് നിർബന്ധമായും കൊടുത്തിരിക്കണം, നിർദ്ദേശങ്ങൾ. അപ്പോൾ ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഒന്നത് പറയാം, ക്വസ്റ്റ്യൻ നമ്പർ മിനിമം ആയിരിക്കണം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടു ലോങ്ങോ ടു ഷോർട്ടോ ആകാൻ പാടില്ല. അതുപോലെ തന്നെ സിമ്പിൾ ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ ക്വസ്റ്റ്യൻ വെരി ക്ലിയർ ആയിരിക്കണം, സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ബി അവോയ്ഡഡ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് യെസ് ഓർ നോ കാറ്റഗറി വരുന്ന രീതിയിൽ തയ്യാറാക്കാം. അതുപോലെ ക്വസ്റ്റ്യൻസിൽ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി കൊടുക്കുക. എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്, എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അവിടെ കൃത്യമായി കൊടുക്കുക. ഇത് ഇത്രയും അടങ്ങുന്നതാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് വിശദമായി പഠിക്കുക. നന്ദി, നമസ്കാരം.